ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൂശിന്റെ വഴി എന്ന ഈ ഫ്രൈഡേ സീരീസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുരിശിലെ ഈശോയുടെ അവസാനത്തെ വാക്കുകളാണ്. കുരിശിന്റെ വഴി യാത്രയിലൂടെ ഈ വലിയ നോമ്പുകാലത്ത് നമ്മൾ ഈശോയെ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ മരണമൊഴികൾ എന്നറിയപ്പെടുന്ന തിരുമൊഴികൾ നമ്മെയും ഏറെ ചിന്തിപ്പിക്കാൻ, കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാൻ, അവിടുത്തെ സ്നേഹിക്കാനായിട്ട് നമ്മെ ഒത്തിരി സഹായിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹൂദന്മാർ യേശുവിനെ 2 കള്ളന്മാരോടൊപ്പം കുരിശിൽ തറച്ചു. ഈശോയെ കുരിശിൽ തറച്ച സമയം മുതൽ അവിടുന്ന് തല ചായച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച മരണസമയം വരെയുള്ള 3 മണിക്കൂർ, ഈ 3 മണിക്കൂറിൽ ഈശോ പറഞ്ഞ അവിടുത്തെ അവസാനത്തെ വാക്കുകളെയാണ് കുരിശിലെ തിരുമൊഴികൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 7 കാര്യങ്ങളാണ് അവിടുന്ന് കുരിശിൽ കിടന്ന് സംസാരിച്ചത്. ഈ 7 കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നമുക്ക് ഇതൊന്ന് പഠിക്കാനായിട്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാകും. പിന്നെ മൊഴികൾ ഓർക്കാൻ അത് സഹായകമാകും. ഇതിൽ 1-ാമത്തെയും 4-ാമത്തെയും 7-ാമത്തെയും വാക്കുകൾ ഈശോ പിതാവിനോട് സംസാരിക്കുന്നതാണ്. 2-ാമത്തെ വാക്കുകൾ തന്നോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട വലതുവശത്തുള്ള കള്ളനോടായിട്ടാണ്. എന്നാൽ 3-ാമത്തെ വാക്ക് തൻ്റെ അമ്മയോടും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനോടും പറയുന്നു. 5-ാമത്തെ വാക്ക് കുരിശിനു ചുറ്റും നിൽക്കുന്നവരോടായിട്ട് ഈശോ സംസാരിക്കുന്നു. എന്നാൽ 6-ാമത്തെ വാക്ക് അവിടുന്ന് സ്വയം പറയുന്നതാണ്. ഓക്കെ, സാഹചര്യം മനസ്സിലായി. ഇനി നമുക്ക് അവിടുത്തെ മരണമൊഴികളായ ഈ 7 തിരുമൊഴികൾ ഒന്ന് മനസ്സിലാക്കാം. 1-ാമത്തെ മൊഴിയിൽ ലൂക്ക 23-ന്റെ വാക്യത്തിലൂടെ ഈശോ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ വാക്യങ്ങളിലൂടെ ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. 2-ാമത്തെ മൊഴി ലൂക്ക 23-43 നിന്നാണ്. ഈശോ വലതുവശത്ത് കിടക്കുന്ന കള്ളനോട് ഇപ്രകാരം സംസാരിക്കുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് സത്യമായി നിന്നോട് പറയുന്നു. ഈശോ ഇവിടെ തൻ്റെ വാഗ്ദാനത്തെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇനി 3-ാമത്തെ മൊഴിയിലേക്ക് എത്തുമ്പോൾ, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന അമ്മയെയും ഇതാ നിന്റെ അമ്മ എന്ന് ശിഷ്യനായ യോഹന്നാനെയും നോക്കിക്കൊണ്ട് അരുളി ചെയ്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 26-27 വാക്യങ്ങളിലൂടെ ഈശോ താൻ ഏറെ സ്നേഹിച്ച തൻ്റെ അമ്മയെ എല്ലാവർക്കുമായി, എന്ന് വെച്ചാൽ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ അമ്മയായി, സഹരക്ഷകിയായി അവിടുന്ന് നൽകുകയാണ്. 4-ാമത്തെ അന്ത്യമൊഴി പിതാവിനോടാണ്. ഈ മൊഴിയിൽ ഒരു ചരിത്രമുണ്ട്. യഹൂദ അമ്മമാർ തങ്ങളുടെ മക്കൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവർക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുക്കുമായിരുന്നു. വലുതാകുമ്പോൾ അവരുടെ ജീവിത വഴികളിൽ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയാണ്. ആ ഓർമ്മയിൽ സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം, നെഞ്ചു പൊടിഞ്ഞുകൊണ്ട് കുരിശിൽ കിടന്ന മനുഷ്യപുത്രൻ വേദനയുടെ പാരമ്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്. ഇത് മത്തായിയുടെ സുവിശേഷം 27-46-ലും മർക്കോസിന്റെ സുവിശേഷം 15-34-ലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കഷ്ടതകൾ നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യപുത്രനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി 5-ാമത്തെ മൊഴിയിൽ ഈശോയുടെ മനുഷ്യത്വത്തെ നമുക്ക് വ്യക്തമായി കാണാം. ഈശോ കുരിശിന് ചുറ്റും നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 19-28 ഇത് നാം വായിക്കുമ്പോൾ ദൈവശാസ്ത്രപരമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സുവിശേഷത്തിൽ ഈശോയുടെ ദാഹത്തെ നമ്മുടെയൊക്കെ ആത്മരക്ഷയ്ക്കായിട്ടുള്ള ദാഹമായി അവിടുന്ന് സഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി 6-ാമത്തെ മൊഴിയെത്തുമ്പോൾ, 6-ാമത്തെ മൊഴിയിൽ എല്ലാം പൂർത്തിയായി എന്ന് ഉച്ചരിക്കുന്ന ഈശോയെ യോഹന്നാന്റെ സുവിശേഷം 9-30 നമുക്ക് കാണാം. ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച് മാതൃക കാണിക്കുന്ന ഈശോ നമ്മുടെ ജീവിത വേദനകളിലും എന്ത് ചെയ്യണം എന്ന ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും അവസാനമായി 7-ാമത്തെ മരണമൊഴി ലൂക്കായുടെ സുവിശേഷം 23-46 രേഖപ്പെടുത്തുന്നത് ഇപ്രകാരം, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ തൃക്കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നുച്ചരിച്ച് ലോകപാപങ്ങൾക്ക് പരിഹാര ബലിയായി അവിടുന്ന് സ്വയം മാറുകയാണ്. ഒരിക്കൽ കൂടി ഓർക്കുക, 7 തിരുമൊഴികളിൽ 1-ഉം 4-ഉം 7-ഉം പിതാവിനോട്, 2-ാമത്തേത് കള്ളനോട്, 3-ാമത്തേത് അമ്മയോടും ശിഷ്യനോടും, 6-ാമത്തേത് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നവരോട്. കുരിശിന് മുകളിലെ തിരുമൊഴികൾ അവിടുത്തെ നോക്കുന്നവർക്ക് നല്ലൊരു ധ്യാനത്തിനുള്ള വക നൽകുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് അവിടുത്തെ വാക്കുകളിലെ വേദനകൾ, പ്രതീക്ഷകൾ എല്ലാം നമ്മെയും കൂടി നോക്കിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തെ ഒറ്റയ്ക്കാക്കി ഓടി ഒളിക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവത്തിൽ നിന്ന്
ഓടി അകലുന്നവർക്കൊക്കെ പിന്നെ ലഭിച്ചത് ഭയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഭയം എന്നത് പിശാചിൽ നിന്നുള്ളതാണ്, സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതും. ഈശോ കാണിച്ചു തന്നതുപോലെ വേദനകളിൽ നമുക്കും ദൈവത്തെ അള്ളിപ്പിടിക്കാം, അവിടുത്തെ സ്നേഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.